ഏറ്റവും ഒടുവിലായി ഈ പെഹൽഗാമിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? സൈനിക നടപടികൾ ഏത് തരത്തിലാണ്? കഴിഞ്ഞ ദിവസം കരസേനാ മേധാവി പെഹൽഗാമിലെത്തിയിരുന്നു. അവിടുത്തെ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തിയിരുന്നു. പാകിസ്ഥാനുമായുള്ള ബന്ധം, നയതന്ത്ര ബന്ധം അടക്കം പൂർണ്ണമായും വിച്ഛേദിക്കുന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇന്ത്യ. അതടക്കമുള്ള കാര്യങ്ങൾ ഏറ്റവും ഒടുവിൽ ഇതൊക്കെ സംബന്ധിച്ച് വരുന്ന അപ്ഡേഷൻസ് എന്താണ് സ്വാതി? വിനിഷ, ഈ പഹൽഗാമുമായി ബന്ധപ്പെട്ട കൂടുതൽ സേനാ വിന്യാസം ഈ കശ്മീർ കേന്ദ്രീകരിച്ച് നടത്തുന്നു എന്നുള്ളത് തന്നെയാണ് സൈന്യത്തെ സംബന്ധിച്ച് ഏറ്റവും പുതുതായി വരുന്ന അപ്ഡേഷനുകൾ. ഏറ്റവും പ്രധാനമായി ഈ സുരക്ഷാ ഓഡിറ്റ് അടക്കം നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട സാഹചര്യമാണ് എന്നുള്ളതാണ് സൈന്യത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശം. അതനുസരിച്ച് ഇന്നലെ സുരക്ഷാ മേധാവി കൂടി, കരസേനാ മേധാവി കൂടി ഇന്നലെ പഹൽഗാം സന്ദർശിച്ച പശ്ചാത്തലത്തിൽ ഈ സൈന്യത്തോട് പ്രത്യേകമായി നിർദ്ദേശം നൽകിയിട്ടുള്ളത് സുരക്ഷാ ഓഡിറ്റ് നടത്തുക, കൂടുതൽ കശ്മീരിൻ്റെ ഈ ആക്രമണ സാധ്യതാ മേഖലകളിൽ കൂടുതൽ സേനാ വിന്യാസം, ഈ അതിർത്തി മേഖലകളിലൊക്കെയും കൂടുതൽ സേനാ വിന്യാസം നടത്തിക്കൊണ്ട് പൂർണ്ണമായും ഒരു ജാഗ്രതയിലേക്ക് പെഹൽഗാം പോകുക എന്നുള്ളതാണ് ഈ സൈന്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്രതിരോധ നീക്കവുമായി ബന്ധപ്പെട്ട് സൈന്യം ഏറ്റവും ഒടുവിൽ സ്വീകരിക്കുന്ന കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് ഈ സിന്ധു നദീജല കരാർ ഉൾപ്പെടെ പാകിസ്ഥാനുമായി റദ്ദാക്കിയതിന് പിന്നാലെ, നിർത്തിവെച്ചതിന് പിന്നാലെ തന്നെ മറ്റ് 3 ഘട്ടമായി തന്നെ ഈ പദ്ധതി നടപ്പിലാക്കാനുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകുന്നുണ്ട്. ഈ മധ്യകാല, ഹ്രസ്വകാല, ദീർഘകാല പദ്ധതി എന്ന നിലയിൽ 3 തരത്തിലേക്ക് ഈ പദ്ധതി നടപ്പിലാക്കാനുള്ള തീരുമാനം തന്നെയാണ്. കഴിഞ്ഞ ദിവസവും കൃത്യമായി ഈ സിന്ധു നദീജല കരാറിൽ ഉറച്ചു നിൽക്കുന്നു, അല്ലെങ്കിൽ അത് നിർത്തിവെക്കാനുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നു. എങ്കിൽ പോലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ആ കാര്യത്തെ ഏത് വില കൊടുത്തും നേരിടും, അല്ലെങ്കിൽ അത്തരത്തിലൊരു കരാർ നിർത്തിവെക്കാൻ, ഏകപക്ഷീയമായി നിർത്തിവെക്കാൻ ഇന്ത്യക്ക് മാത്രമായി കഴിയില്ല എന്നുള്ളൊരു തീരുമാനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. പാകിസ്ഥാനിലേക്ക് സിന്ധു നദീജല കരാർ വഴി ലഭിക്കുന്ന വെള്ളം ഒരു തരത്തിലും വെള്ളം നൽകില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ഇന്ത്യയും പാകിസ്ഥാനുമായി വർഷങ്ങൾക്ക് മുൻപേ ഉണ്ടാക്കിയ കരാറാണ്. അത് ഇന്ത്യ ഒരാൾ വിചാരിച്ചാൽ, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമെടുത്താൽ റദ്ദാക്കാൻ കഴിയുന്നതല്ല. ഐക്യരാഷ്ട്ര സംഘടന വരെ ഏർപ്പെട്ട് ആ സമാധാന ചർച്ചയിലൂടെ ഉടമ്പടിയായ ഒരു കരാറാണ് സിന്ധു നദീജല കരാറായാലും ഷിംല കരാറായാലും. ഇത്തരത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള കരാറുകൾക്ക് ഇടയിൽ ഐക്യരാഷ്ട്ര സംഘടനയുണ്ട്. ഇന്ത്യയുടെ ഈ ഒരു തീരുമാനത്തോട് ഐക്യരാഷ്ട്ര സംഘടന ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. എങ്കിൽ പോലും പാകിസ്ഥാനും ഇന്ത്യയും സംയമനം പാലിക്കണം എന്നൊരു പ്രസ്താവന ഇന്നലെ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ തീരുമാനം ഏത് രീതിയിലാണ് കേന്ദ്ര സർക്കാർ അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്? കാരണം ഒരു അണക്കെട്ട്, അല്ലെങ്കിൽ സിന്ധു നദിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലാകെ 3 അണക്കെട്ടുകളാണ് ഉള്ളത്. ഈ അണക്കെട്ടുകളുടെ സംഭരണ ശേഷിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നതിനത്രയും കൂടുതൽ ജലം ഇപ്പോൾ സിന്ധു നദിയിലൂടെ പാകിസ്ഥാനിലേക്ക് ഇന്ത്യ ഒഴുക്കി വിടുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കിയാൽ ഇന്ത്യക്ക് ഏറെക്കാലം ഈ സംഭരണ ശേഷിയുള്ള അണക്കെട്ടുകളിൽ പിടിച്ചു വയ്ക്കാനാകില്ല ജലം. അപ്പോൾ ഏത് രീതിയിലാണ് ഈ സിന്ധു നദീജല കരാർ മരവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ പോകുന്നത്? കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ ഇത് സംബന്ധിച്ച് എന്ത് വിശദാംശങ്ങളാണ് നൽകുന്നത്? കഴിഞ്ഞ ദിവസം തന്നെ ഇത് പാകിസ്ഥാന് ഒരു വിജ്ഞാപനമായി തന്നെ, ഔദ്യോഗിക വിജ്ഞാപനമായി തന്നെ ഈ വിഷയം ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒന്ന്, നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ടെടുത്തിരിക്കുന്നൊരു നിലപാടുണ്ട്. ഏത് തരത്തിലും ഈ വിഷയത്തെ ഏത് തരത്തിലും നേരിടും. പ്രത്യേകിച്ചും ജനങ്ങളുടെ ജീവനാഡിയായി നിലനിൽക്കുന്ന സംഗതിയാണ് ഈ സിന്ധു നദീതട, അല്ലെങ്കിൽ സിന്ധു നദിയെ ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാൻ ജനതയ്ക്ക് ആവശ്യത്തിനും അധികം ജലം ലഭിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ അത് നിർത്തലാക്കിയാൽ പാകിസ്ഥാൻ ഉണ്ടാവുന്ന പ്രത്യാഘാതങ്ങൾ വളരെ വലുതാണ് എന്ന് തന്നെയാണ് പാകിസ്ഥാൻ ചൂണ്ടിക്കാണിക്കുന്നത്. മാത്രമല്ല, ഈ കരാറിൻ്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചൊക്കെ ചില വിവരങ്ങൾ പാകിസ്ഥാൻ്റെ യോഗത്തിന് ശേഷം, ഈ സുരക്ഷാ സമിതി യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ ഇന്ത്യ ഇന്നലെയും വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു, ഈ കരാർ നിർത്തുക എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടില്ല. ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും ആ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല. അതിന് ഏതെല്ലാം നടപടികളാണോ സ്വീകരിക്കേണ്ടത് അത് അടുത്ത ഘട്ടങ്ങളിൽ തന്നെ സ്വീകരിക്കും എന്നുള്ളൊരു നിലപാടിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുക തന്നെയാണ്.
മാത്രമല്ല നേരത്തെ സൂചിപ്പിച്ച പോലെ അത് ഏത് തരത്തിൽ കൊണ്ടുപോകണം എന്നുള്ളതും അത് ആവിഷ്കരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ 3 പദ്ധതികളായി മുന്നോട്ട് പോകുമെന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുള്ളത്. എന്നാൽ അത് ഏത് തരത്തിലാണ്, അതായത് ഒരു ഹ്രസ്വകാല, ദീർഘകാല, മധ്യമേഖലാ പദ്ധതി എന്നൊക്കെയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് ഏത് തരത്തിലേക്ക് കൊണ്ടുപോകും എന്നുള്ളത് ഇനി വരുന്ന ഘട്ടങ്ങളിൽ മാത്രമായിരിക്കും കേന്ദ്ര സർക്കാർ അത് സംബന്ധിച്ച കൂടുതൽ അറിയിപ്പുകൾ നൽകുക. എന്നാൽ പോലും കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുള്ള പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇപ്പോൾ ഏത് വിധേനയും സിന്ധു നദിയിൽ പാകിസ്ഥാന്റെ അനുവാദം കൂടാതെ മറ്റ് അണക്കെട്ടുകൾ നിർമ്മിക്കുവാനുള്ള അനുമതി ഇന്ത്യക്കായി ഉണ്ട്. ഇന്ത്യക്ക് മാത്രം അത്തരത്തിൽ അണക്കെട്ട് നിർമ്മിക്കാനുള്ള അനുമതി ഉണ്ട്. അത് അത്തരത്തിൽ നിർമ്മിക്കാൻ ഇനി കഴിയുമെന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ വ്യക്തമാക്കുന്നത് എന്നത് 1-2 ദിവസം കൊണ്ട് നടപ്പാക്കുന്ന കാര്യമല്ല. ഈ സിന്ധു നദീജല കരാർ അവസാനിപ്പിക്കുന്നു, റദ്ദ് ചെയ്യുന്നു, ഇനി ജലം ഒഴുക്കിവിടില്ല. അതായത് പാകിസ്ഥാന് സിന്ധു നദി വഴി നൽകാമെന്ന ഇന്ത്യ ഏറ്റ ജലം ഒഴുക്കിവിടില്ല എന്ന് പറയുമ്പോൾ അത്രയും ദിവസം നമുക്കത് വെള്ളം ഹോൾഡ് ചെയ്യാനും പറ്റത്തില്ല. അണക്കെട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത് ഒരു ലോങ് പ്രോസസ്സാണ്. അതിനുമായി ബന്ധപ്പെട്ട നിരവധി നിയമാവലികൾ അടക്കമുണ്ട് ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ. അപ്പോൾ അത് ഏറ്റവും ലീസ്റ്റായിട്ട് പോസിബിൾ ആയിട്ടുള്ള ഒരു നടപടിയല്ല ഒരു അണക്കെട്ട് നിർമ്മിക്കുക എന്ന് പറയുന്നത്. ഒരു രാജ്യത്തേക്കുള്ള ജലം അല്ലെങ്കിൽ വെള്ളം മുട്ടിച്ചുകൊണ്ടാകരുത് ആ രാജ്യത്തെ ദ്രോഹിക്കുന്നത് എന്ന നിലപാടിലേക്ക് ഇന്ത്യ എത്തുമ്പോൾ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ കേന്ദ്ര സർക്കാരിനെതിരെ വരുന്നുണ്ട്. സ്വാതി, ഈ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിലെ സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നേരെ പോയത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് റാലിയിലേക്കാണ്. ആ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോയത്. ആ ഭീകരാക്രമണം നടന്ന സ്ഥലം സന്ദർശിക്കുക പോലും ഉണ്ടായില്ല എന്നത് വലിയ വിമർശനമായി ഉയരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ സിന്ധു നദീജല കരാർ അത് ഇന്ത്യക്ക് മാത്രമായിട്ട് ഇല്ലാതാക്കാൻ കഴിയില്ല, റദ്ദാക്കാൻ കഴിയില്ല എന്ന വിമർശനം കൂടെ ഉയരുന്നത്. തീർച്ചയായും വിനിഷ, ഇത് മറ്റ് അന്താരാഷ്ട്രപരമായ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധത്തെ വലിയ തരത്തിൽ ഉലച്ചിലുണ്ടാക്കുന്ന ഒരു ഏകപക്ഷീയ തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യ എടുത്തിട്ടുള്ളത്. എന്നാൽ അതിനെ മറ്റ് രാജ്യങ്ങളുടെ കൂടി അഭിപ്രായം തേടുകയും മറ്റ് രാജ്യങ്ങളുമായി പ്രധാനമന്ത്രി അടക്കം ഫോണിൽ സംസാരിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ പാകിസ്ഥാനെതിരെ എടുത്തിട്ടുള്ള എല്ലാ നയതന്ത്ര നടപടിയിലും മറ്റ് രാജ്യങ്ങളുമായി ആ വിഷയങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടി വിഷയങ്ങൾ മറ്റ് രാജ്യങ്ങളോട് സംസാരിച്ചുകൊണ്ട് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സമീപനം എടുക്കണമെന്നുള്ളതാണ് ഇതുവരെയും കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വിദേശകാര്യ മന്ത്രാലയം അതോടൊപ്പം പ്രധാനമന്ത്രിയും മറ്റ് രാജ്യങ്ങളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം കൂടുതൽ ചർച്ച ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ സെക്യൂരിറ്റി സംബന്ധിച്ച വിഷയം, അതായത് ഈ പെഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലാണോ പാകിസ്ഥാന് പങ്കുള്ളത് അതിൻ്റെ രേഖകൾ സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല, തെളിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോഴും പാകിസ്ഥാൻ ഏത് തരത്തിലാണ് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതിൽ തെളിവുകൾ സമർപ്പിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടില്ല എന്ന ആരോപണമാണ് പാകിസ്ഥാൻ നിരന്തരമായി ഉന്നയിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ പറയുമ്പോൾ പോലും ഇന്ത്യ കൃത്യമായി പറയുന്നത് ഈ ലഷ്കർ ഇ തൊയ്ബ അടക്കമുള്ള ഭീകര സംഘടനകളുമായി ഈ ഭീകരാക്രമണത്തിന് ബന്ധമുണ്ട് അല്ലെങ്കിൽ പാകിസ്ഥാന് ബന്ധമുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കേന്ദ്ര സർക്കാരിനും അതോടൊപ്പം ഇന്റലിജൻസ് വിഭാഗത്തിനും ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലേക്കുള്ള നീക്കങ്ങൾ ഇനിയും കടുപ്പിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അതേസമയം ഈ സുരക്ഷാ വീഴ്ച സംബന്ധിച്ച വലിയ ആരോപണങ്ങൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ആഭ്യന്തര വകുപ്പ്, അതോടൊപ്പം തന്നെയും ഇന്റലിജൻസ്, രഹസ്യ അന്വേഷണ വിഭാഗം, BSF ഉൾപ്പെടെയുള്ള മേഖലകൾ, സൈനിക വിഭാഗങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഇവിടെ ഒരു വീഴ്ച വരുത്തിയത്, അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയുണ്ട്. ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് തീരുമാനിച്ചില്ല, ആ സുരക്ഷാ വീഴ്ച എവിടെ ഉണ്ടാവുന്നു, ഇത്തരം ഭീകരാക്രമണങ്ങളിൽ സുരക്ഷാ വീഴ്ച വരുമ്പോൾ അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് ആ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ മറ്റ് സൈനിക വിഭാഗങ്ങളുടെ മേധാവികളാണ്. എന്നാൽ ഈ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് നടത്തിയിട്ടുള്ള പ്രസംഗം പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷാ വീഴ്ച സംഭവിക്കുമ്പോൾ ഈ ഘട്ടത്തിൽ
ഘട്ടത്തിൽ ഇപ്പോൾ പ്രധാനമന്ത്രിയായിരിക്കുന്ന നരേന്ദ്രമോദി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നുണ്ട്. അതൊരു മറ്റൊരു വശം മാത്രമാണ് ഈ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട്. അതേസമയം കശ്മീരിൻ്റെ അവസ്ഥ, അല്ലെങ്കിൽ കശ്മീർ നിരന്തരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ഭീകരാക്രമണങ്ങൾ തടയുന്നതിന് വേണ്ടി പെഹൽഗാം പോലെയുള്ളൊരു ഭീകരാക്രമണം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്ന് എല്ലാവരും അപലപിക്കുമ്പോൾ പോലും ഈ സുരക്ഷാ വിഷയം തന്നെയാണ് ഏറ്റവും ചർച്ചയായി മാറുന്നത്. അതേസമയം ഈ വരുന്ന മണിക്കൂറുകളിൽ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും നിരവധിയായിട്ടുള്ള പ്രകോപനങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത് വലിയ ആശങ്കയായി ഉയർത്തുന്നുണ്ട്. ഭീകരാക്രമണം ബന്ദിപ്പൂർ അടക്കമുള്ള മേഖലകൾ, പൂഞ്ച്, ഉറി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ സൈന്യവും ഭീകരരും തമ്മിൽ കനത്ത ഏറ്റുമുട്ടലുകൾ തുടരുകയും സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഈ പശ്ചാത്തലത്തിൽ കൂടി ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഈ മേഖലകളിൽ കൂടുതൽ സൈന്യത്തെ വിന്യസിച്ചുകൊണ്ട് ഏത് തരത്തിലും ഈ ഭീകരാക്രമണത്തിൽ പങ്കെടുത്തിട്ടുള്ള ആളുകൾ ഏതാണെന്ന് തിരിച്ചറിയുകയും അവരെ എത്രയും പെട്ടെന്ന് പിടികൂടുക എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. ആ വിഷയത്തിൽ ഏത് തരത്തിലൊക്കെ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള കൃത്യമായ നിർദ്ദേശം സൈന്യത്തിന് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാ മേധാവി അടക്കം അവിടെ സന്ദർശിച്ചതിന് ശേഷം കേന്ദ്ര സർക്കാരുമായി ഈ വിഷയം ചർച്ച ചെയ്തത്. അത്തരത്തിൽ പൂർണ്ണമായും പെഹൽഗാം ഈ ഒരു ഘട്ടത്തിൽ നിന്നും പെഹൽഗാമിനെ രക്ഷിക്കാൻ, അതോടൊപ്പം ഇനി മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ തരത്തിൽ സുരക്ഷ വിന്യസിക്കണം, സുരക്ഷ ഏറ്റവും കൂടുതൽ ശക്തമാക്കേണ്ട ഒരു സാഹചര്യം എന്ന നിലയ്ക്ക് തന്നെയാണ് കേന്ദ്ര സർക്കാരും സൈന്യവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. വിനിഷ.